ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള പ്രീ സ്കൂളിലോ അല്ലെങ്കിൽ KGയിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി ബേസ്ഡ് വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓട്സിൻ്റെയോ അല്ലെങ്കിൽ പീഡിയാഷോറൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ടിന്നുണ്ടല്ലോ, അതിൻ്റെ ലിഡാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കളർ പേപ്പേഴ്സാണ്. ഇപ്പോൾ ഞാനിവിടെ 6 ലിഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇതിൽ നിന്ന് കുറച്ച് കളേഴ്സ് എടുത്തിട്ട് 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ച് വെച്ചിരിക്കുന്ന ഷേപ്സ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ എല്ലാ ഷേപ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഷേപ്സും എടുത്തിട്ട് ഓരോ ലിഡിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ വെച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കളർ പേപ്പേഴ്സ് വെച്ച് കട്ട് ചെയ്ത അതേ ഷേപ്സ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾക്ക് കാണാൻ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഫോം ഷീറ്റ് വാങ്ങാനായിട്ട് കിട്ടും. ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഇത്. 2 ടൈപ്പ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇത് നമുക്ക് ബാക്കിൽ ഗ്ലൂ ഉള്ള ടൈപ്പും ഇല്ലാത്ത ടൈപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഗ്ലൂ ഉള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഗ്ലൂ ഉള്ള ടൈപ്പ് ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഷേപ്സ് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഇതിൽ സ്റ്റിക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഷേപ്സും എടുത്തിട്ട് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ബാക്കിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ പെൻസിൽ കൊണ്ട് വരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോ ഷേപ്സും സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ വരച്ചെടുത്ത ഷേപ്സ് ഉണ്ടല്ലോ കളർ പേപ്പറിൽ, അത് ഞാൻ ഓരോന്നും എടുത്ത് ഫോം ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ 6 ലിഡിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വരച്ച് കട്ട് ചെയ്തെടുത്ത 6 ഷേപ്സ്. ഡയമണ്ട്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഹാർട്ട്, സർക്കിൾ, പിന്നെ സ്ക്വയർ. ഇത് നമുക്ക് കുട്ടികളുടെ കൂടെ ഇരുന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഓരോ ഷേപ്സ് എടുത്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എൻ്റെ അടുത്ത് ഇവിടെ ഒരു 6 ലിഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 6 ഷേപ്സ് മാത്രം ഇവിടെ കാണിച്ചത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷേപ്സും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ അടുത്ത് ഇതിലും കൂടുതൽ ലിഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മാത്തമാറ്റിക്കൽ ഷേപ്സ് ആയിട്ടുള്ള ഹെക്സഗൺ, പെൻറ്റഗൺ, ഓവൽ, സ്റ്റാർ, അങ്ങനെ പല ഷേപ്സും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ചെയ്ത വേറൊരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതും ഞാൻ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ടിന്നിൻ്റെ ലിഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ 1 to 10 വരെയുള്ള നമ്പേഴ്സ് മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് അട്രാക്റ്റീവായിട്ട് ഷേപ്സും നമ്പേഴ്സും മാത്രമല്ല ആൽഫബറ്റ്സും, അതായത് ഓരോ ലെറ്റേഴ്സും ഇതുപോലെ നമുക്ക് ചെയ്ത് വേണമെങ്കിൽ അവരുടെ റൂമിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയത്തൊക്കെ അവരോട് ഇടയ്ക്ക് ഇതൊക്കെ ചോദിക്കാം. ഈ ഒരു പ്രീ സ്കൂളിലും KGയിലൊക്കെ പോകുന്ന ആ ഒരു ഏജിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാനുള്ളൊരു പവർ കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തും തന്നെ അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കും. അതുകൊണ്ട് നമുക്ക് അവരെ സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കാതെ അവരെ കൂടെ കളിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോ ആക്ടിവിറ്റീസും അവരെ കൊണ്ട് ചെയ്യിക്കാം. കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്വയം ഓരോ നമ്പേഴ്സും ഷേപ്സും കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കും. അത് നമ്മൾ അതിന് വേണ്ടി നമ്മൾ സ്ട്രിക്റ്റായിട്ട് അവരെ കുത്തിയിരുത്തി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈമിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത ആൾ 7th-ലും രണ്ടാമത്തെ ആൾക്ക് 3.5 വയസ്സാവുന്നേ ഉള്ളൂ. അവനെ പഠിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ അവനെ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. വെരി ഗുഡ്. ഇത് സ്ക്വയർ. ഇത് ഇനി ഇത് ഡയമണ്ട്. ഇത് സർക്കിൾ. ഇതോ ട്രയാങ്കിൾ. ഗുഡ് ബോയ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് അമ്മമാർക്ക് ഈ ഒരു ഐഡിയ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണേ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.